ഹായ്, ഞാൻ കസാഖ് ബെഞ്ചാലി, ദ ഗ്ലോബൽ ബിസിനസ് കോച്ച്. ബിസിനസിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടുന്നതിന് സഹായിക്കുന്ന വീഡിയോ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ പല സ്ഥാപനങ്ങളും നമ്മുടെ ബിസിനസ് കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലയിടത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർക്ക് ഒരിടത്താണെങ്കിൽ കുറേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് വിൽക്കാതെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് പോകുന്ന സാഹചര്യം വരും. രണ്ടാമത്തെ ഒരു സ്ഥലത്താണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പ്രോപ്പറായി നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഡിമാൻഡ് കസ്റ്റമർക്ക് മീറ്റ് ചെയ്യാൻ കഴിയാതെ വരും. മൂന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, കൃത്യമായിട്ടുള്ള സീസണെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷൻ സ്ട്രാറ്റജി സെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പലയിടത്തും ഭയങ്കര തിരക്കായിരിക്കും. സീസൺ ടൈമിൽ ഭയങ്കര തിരക്ക്, അല്ലാത്ത സമയത്ത് വെറുതെ. അപ്പോൾ ഇത് പലപ്പോഴും നമ്മളുടെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ സംഭവിക്കുന്നൊരു വിഷയമാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രൊഡക്ഷൻ ബേസ്ഡ് ആണെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഡാറ്റ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കഴിഞ്ഞ 12 മാസത്തെയും പ്രൊഡക്ഷൻ്റെ ഡാറ്റകൾ അനലൈസ് ചെയ്യണം. കഴിഞ്ഞ 4-5 വർഷത്തെ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ആവറേജ് ഏത് മാസത്തിലാണ് നമുക്ക് പ്രൊഡക്ഷൻ ഡിമാൻഡ് കൂടുന്നത്, ഏത് മാസമാണ് പ്രൊഡക്ഷൻ ഡിമാൻഡ് കുറയുന്നത്, ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ്, ലേബർ പ്ലാനിങ്, ഫണ്ട് പ്ലാനിങ് ഇതനുസരിച്ച് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഓരോ മന്തിലും നേരത്തെ തന്നെ ആ മന്തിലേക്കുള്ള പ്രൊഡക്ഷൻ പ്ലാനുകളും പ്രൊഡക്ഷൻ ടാർഗറ്റുകളും അതിനുവേണ്ട റിസോഴ്സ് പ്ലാനിങ്ങും ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കിടന്നിട്ട് നമുക്ക് ഒരുപാട് ഇഷ്യൂസിൽ വരേണ്ടി വരില്ല. പലപ്പോഴും ഇങ്ങനെയുള്ളൊരു മന്ത്ലി പ്രൊഡക്ഷൻ പ്ലാനിങ് മിക്ക കമ്പനികളിലും നടക്കുന്നില്ല. പ്രത്യേകിച്ചും ഇടത്തരം ചെറുകിട കമ്പനികൾ പലയിടത്തും നടക്കുന്നില്ല. ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടും ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ടും മാത്രമാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമർക്ക് ഡിലേ വരും, എംപ്ലോയീസിന് ഓവർ സ്ക്യൂസ് ചെയ്യപ്പെടുമ്പോൾ തന്നെ അയാൾ അൺഹാപ്പി ആകും, അയാളുടെ പ്രൊഡക്ടിവിറ്റി കുറയും, അയാൾക്ക് കറക്റ്റായിട്ട് ഉറക്കം വിശ്രമം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കാം. സ്വാഭാവികമായിട്ടും കസ്റ്റമറുടെ കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമർ ഹാപ്പി ആവാതെ. അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായുള്ള പ്രൊഡക്ഷൻ പ്ലാൻ നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് പ്രൊഡക്ഷൻ പ്ലാനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രീവിയസ് ഡാറ്റാസ് അനലൈസ് ചെയ്യണം. 2-3 വർഷത്തെ പ്രീവിയസ് ഡാറ്റകൾ അനലൈസ് ചെയ്യുക. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു മന്ത്ലി പ്ലാനിങ് സ്ട്രാറ്റജി ഉണ്ടാക്കുക. നിലവിലുള്ള മാർക്കറ്റ് ട്രെൻഡുകളും ഓർഡറിനെയും കൂടെ അനലൈസ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഓരോ മാസത്തിൻ്റെയും 28-ാം തീയതിയോ 30-ാം തീയതിയോ നിങ്ങളൊരു പ്രൊഡക്ഷൻ പ്ലാനിങ് മീറ്റിംഗ് വിളിക്കണം. ആ പ്രൊഡക്ഷൻ പ്ലാനിങ് ഇൻചാർജും അതുപോലെ തന്നെ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽ, പർച്ചേസ്, പ്രൊക്യൂർമെന്റ് പ്ലാനിങ് മുഴുവനായിട്ടും. അപ്പോൾ ഈ മാസം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എത്രയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് പർച്ചേസ് പ്ലാനിങ് വേണം, ഇൻവെന്ററി പ്ലാനിങ് വേണം, ഡെലിവറി പ്ലാനിങ്, ലോജിസ്റ്റിക് പ്ലാനിങ്, ഇതെല്ലാം കൃത്യമായിട്ട് റുട്ടീൻ പോലെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റവും മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു മാസത്തെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനെ വീക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ വീക്കിലേക്കുള്ള പ്രൊഡക്ഷൻ കഴിഞ്ഞോ, ഡെലിവറി പ്രോപ്പറായി നടന്നോ, അതുപോലെ തന്നെ ഈ വീക്ക്ലി റിവ്യൂസും കൂടെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും, റോ മെറ്റീരിയലിന്റെ ഷോർട്ടേജ് ഒഴിവാക്കാൻ പറ്റും, അതുപോലെ തന്നെ ലാസ്റ്റ് ടൈമിലുള്ള ഹറി ഒഴിവാക്കാൻ പറ്റും. കൃത്യമായിട്ടും ഡെയിലി ടാർഗറ്റിലേക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് തന്നെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എഫിഷ്യൻസി കീപ്പ് ചെയ്യാനും കസ്റ്റമർ കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്യാനും അതുമൂലം ലാസ്റ്റ് ഉണ്ടാകുന്ന ക്വാളിറ്റി ഇഷ്യൂസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് നല്ല ബ്രാൻഡ് നെയിം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവർ ചെയ്യാനും പറ്റും. അപ്പോൾ കൃത്യമായിട്ടും ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് ഒരു ബിസിനസിൻ്റെ എഫിഷ്യൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ടൂൾസുകൾ നിങ്ങളുടെ പ്രൊഡക്ഷനിൽ ലൈൻ ചെയ്യണം. നല്ലൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, സ്റ്റാഫ് ട്രെയിനിങ്, ഇതെല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം പരിഹരിക്കാൻ സഹായിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കൺസൾട്ടൻസി ഫേമാണ് ബനാക് ബിസിനസ് സൊല്യൂഷൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ 1-2 വർഷങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ടേൺ ഓവറിൻ്റെ 100 ഇരട്ടി അല്ലെങ്കിൽ 100 ടൈംസ് അല്ലെങ്കിൽ 100% ഗ്രോത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. കൂടുതൽ അറിയാൻ താഴെ കിടന്ന നമ്പർ വിളിച്ചാൽ മതി. 6 മാസം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തലവരെ മാറ്റുന്ന മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതും ഏറ്റവും മികച്ച കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെ. സോ ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. ഇഷ്ടമെങ്കിൽ മറ്റുള്ള ഇത് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ കസാഖ് ബെഞ്ചാലി, ദ ഗ്ലോബൽ ബിസിനസ് കോച്ച്.